ഇന്നത്തെ വ്ളോഗിന് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദുബായ് വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു ദിവസം ഉണ്ട് എവിടേക്കൊക്കെ കറങ്ങാൻ പറ്റും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിനായിട്ട് ഒരാളെൻ്റെ കൂടെ കൂടുന്നതായിരിക്കും. അത് ഞാൻ പരിചയപ്പെടുത്തി തരാറാണ്. ദുബായ് കറങ്ങാൻ ഏറ്റവും ബെസ്റ്റ് മെട്രോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും മെട്രോയിൽ കയറിയിട്ട് നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ മെട്രോയിൽ തന്നെ പോകുമ്പോൾ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഇത് ഭാഗത്തോട് നോക്കുമ്പോൾ നമുക്ക് വ്യൂസ് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവിടുത്തെ എന്താ പറയുക ബിൽഡിങ്സും നല്ല ഭംഗിയാണ് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എന്തായാലും അത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് സ്റ്റിൽ എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക അത്ഭുതം എന്ന് പറയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുപോലത്തെ സംഭവം. അപ്പോൾ ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിരിക്കുന്നത്. ചിലർക്ക് കുറച്ച് ബോറിംഗ് ആയി തോന്നിക്കുക, എന്താ വെച്ചാൽ കുറേ പേര് യൂസ്ഡ് ആണ് ദുബായി പോയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം കൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മെട്രോയിലാണ് ട്രാവൽ ചെയ്തത്. സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. എന്താ വെച്ചാൽ എങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ സംഭവമാണ്. എന്താ വെച്ചാൽ ബ്യൂട്ടിഫുൾ എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷനാണ് ദുബായിലത്തെ. ദുബായിൽ നമ്മൾ അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം അത് ഡോർ തുറക്കും, പിന്നെ നമുക്ക് മെട്രോയിലേക്ക് കയറാം. അതായിരുന്നു ഈ സംഭവം. അപ്പോൾ ഞാൻ ദുബായിലെത്തിയിട്ടൊന്ന് ദുബായിൽ ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കോളേജിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. കൊല്ലങ്ങളായിട്ട് ഏത് കൊല്ലം ഞാൻ പറയില്ല, അപ്പോൾ പിന്നെ പൈസ അറിയില്ല. അപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ പരിചയപ്പെട്ട രോഹിണി ഇവിടെ ഹസ്ബൻഡും കുഞ്ഞായിട്ട് താമസിക്കണേ. ആള് എന്താണ് വർക്ക് ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത്. യെസ്, ഭയങ്കര സംഭവമാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ആളുടെ ഫീൽഡിലേക്ക് മാറാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയാണ്. ദുബായ് സൂപ്പർ സ്ഥലമാട്ടോ. ഞാൻ അവളോട് ദുബായിനെ പറ്റി ചോദിക്കുന്നു, അവൾ എന്നോട് കാനഡയെ പറ്റി ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറിവുകൾ ഷെയർ ചെയ്യണം. ഇതൊക്കെ ഞാൻ മെട്രോ സ്റ്റേഷനിൽ നടക്കുമ്പോൾ പുറത്ത് കണ്ട വ്യൂസാണ്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് മോളിൻ്റെ അപ്പോൾ ഞങ്ങൾ ദുബായ് മോളിലേക്ക് കിടക്കാണ്. ദുബായ് മോളിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് ദുബായ് മോൾ. അപ്പോൾ ആളന്ന് എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. ആളെ കൂടെ അല്ല. എത്ര കൊല്ലായി രോഹിണി ഇവിടെ? ഞാൻ 8 years. രോഹിണി എന്ന പേര് ഞാൻ പറഞ്ഞോന്ന് അറിയില്ല. പറഞ്ഞ പേര് 8 years ആയി. അപ്പോൾ പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണ്ടല്ലോ. എല്ലാം അങ്ങനെ അരച്ച് കളിച്ച് പിടിച്ചിട്ടുണ്ടോ അല്ലേ ദുബായ്? എവിടെ ഇങ്ങനെ ഇഷ്ടമായത് എനിക്ക്? ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും ഇഷ്ടപ്പെടും. എനിക്കാണ് ഇഷ്ടപ്പെട്ടു. ഞാൻ കാനഡ വിട്ടിട്ട് ദുബായിക്ക് വന്നാലോ എന്ന് ഇങ്ങനെ ഇടയ്ക്ക് ചിന്തയാകുകയാണ്. മോള് കാണിച്ചതാ ദുബായിയുടെ മോളിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടിങ്ങുള്ള ഷോപ്സാണ് ഇതൊക്കെ. ഇപ്പോൾ ഇവിടെ റംദാൻ നടക്കുക അല്ലേ? റംദാനല്ലേ നടക്കുന്നത്. അപ്പോൾ അതാണ് തിരക്ക് കുറവായിരിക്കുന്നത്. തിരക്ക് കുറവായിരിക്കുന്നതാണ് പറയണത്. എന്നിട്ട് ഇത്ര തിരക്കുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഡെക്കറേറ്റീവ് സാധനങ്ങളൊന്നും അല്ലേ? ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ് കേട്ടോ. നല്ല രീതിയിലുള്ള ഐസ്ക്രീംസാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മോളിനുള്ളിലേക്ക് ഇപ്പോൾ കയറുന്നല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു പാത്വേ പോലെ ആയിരുന്നു അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലോ. ദുബായ് മോൾ ഇവിടുത്തെ ഏറ്റവും വലിയ മോളല്ലേ ഇത്? വേൾഡിലാണ് അല്ലേ? വേൾഡിൻ്റെ തന്നെ ഏറ്റവും വലിയ മോളാണ്. അപ്പം നമുക്ക് ഒരു ദിവസം ദുബായിൽ നിൽക്കാൻ കിട്ടിയാൽ ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റിയതിന് രോഹിണിയോട് ഞാൻ നന്ദി പറഞ്ഞു. രോഹിണി, ഞാനും സുജുവും ചിക്കും കൂടി ഒരുമിച്ച് വരാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്കൊക്കെ വരണം തന്നെയാണ്. പക്ഷെ പിന്നെ അവർ ആദ്യം വന്നു, ആകെ പ്ലാൻ മാറി. പേടി, എനിക്ക് ഹൈറ്റ് ഉണ്ട്, ഭയങ്കര പേടിയുള്ള സംഭവം. ശരിക്കും ദുബായ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം. ഡ്രസ്സിന് ഭയങ്കര കാശ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് മേടിച്ചോണ്ട് അതവിടെ ഉണ്ട് കേട്ടോ. ബട്ടൺ ബോർഡ് അവിടെ ഉണ്ട്.
അതുണ്ട്. ഇവിടെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇപ്പൊ ഓഫർ ഇല്ല, സാധാരണ ഓഫർ ആ ഉണ്ട്. ഈ മറ്റേ 3 സംഭവമല്ലേ, ഞാനിപ്പോൾ മേടിച്ചു 3 മേടിച്ച് 3 കിട്ടുന്നൊക്കെ ഓഫേഴ്സ്. ആ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഷൂറമാട്ടോ അത്. ഇത് ഒറിജിനൽ ഡിനോസേഴ്സിൻ്റെ ഫോസിലാന്ന് പറയണം അല്ലേ? എവിടുന്നോ വില്ല് കിട്ടിയതാണ്. എവിടുന്നോ കിട്ടിയത് ഞാൻ താഴെ പോയിട്ട് വായിച്ചിട്ട് പറഞ്ഞുതരാം. നല്ല ഭംഗിയിൽ കെട്ടി വെച്ചിരിക്കണൊക്കെ. കാണിച്ചു തരാം. ഇത് ചൈന എന്ന് തോന്നിക്കാൻ ചെറിയൊരു സെറ്റപ്പാണ്. രോഹിണി എനിക്ക് പറഞ്ഞിട്ടുണ്ട് കയറുമ്പോൾ ചൈനയിലാണെന്ന് തോന്നാൻ. റെസ്റ്റിംഗ് പ്ലേസ് പോലെ അല്ലേ? ഇവിടെ ചൈന ടൗൺ എഴുതിയിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഇപ്പം നമ്മൾ ചൈനയിൽ വന്ന ഒരു ഫീലായിരിക്കും. ഇവിടെ ചൈനീസ് സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊരു എന്താ ദുബായിൽ വന്ന മിക്ക ആൾക്കാർ എടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണിത്. ഫോട്ടോ എടുക്കുന്നത് കുറ്റം പറയാൻ പറ്റില്ല, അത്രയും സൂപ്പറായിട്ട് എടുക്കുന്നത്. ഒരാളിങ്ങനെ താഴോട്ട് ചാടുന്ന പോലെ വെള്ളച്ചാട്ടത്തിൽ പല ആൾക്കാരിങ്ങനെ ചാടുന്ന പൊസിഷനിലാണ്. നല്ല ഭംഗിയിലാണ്. ഞാൻ കാണിച്ചു തരാം. ഞാനും എടുത്തൊരു ഫോട്ടോ ഇതിൻ്റെ ഇടയിൽ. ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇങ്ങനെ ചാടാൻ നിൽക്കണ പോലെ നല്ല രസമുണ്ട്. ഇപ്പോൾ എല്ലാവരും കുറേ പേര് കണ്ടിട്ടൊന്നുമില്ല എന്നല്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ഞാനത് എനിക്കത് വലിയ ഇഷ്ടമായിട്ട് തോന്നി. നല്ല രസമായിട്ട് തോന്നി. ഞാനും രോഹിണി നടക്കുന്നതാണ്. ഇതെന്താ സംഭവം? പീസ് ഓഫ് ദ വേൾഡ് അല്ലേ? ഇത് ചായയുടെയാണോ? ആ ടീ സ്പെഷ്യൽ കടയാണോ? ഒരു ടീയുടെ കടയാണ് ഇങ്ങനെ. ഇവിടെ ഒരു അക്വേറിയം കാണാം. അക്വേറിയത്തിന് പുറമെ നല്ല ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ അക്വേറിയത്തിൽ ഇത് അവിടെ ഒരു ഗ്രില്ല് പോലെ കാണില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സ്പെഷ്യൽ പൈസ ഒക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് നമുക്ക് താഴെ അക്വേറിയത്തിൻ്റെ അകത്ത് ഇറങ്ങാം. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് നമുക്ക് നമ്മളതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചുറ്റും ഫിഷസും അക്വേറിയത്തിൻ്റെ എല്ലാ സംഭവങ്ങളായിരിക്കും. അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ. പക്ഷെ നമ്മളിപ്പോൾ പുറമെന്നാണ് കണ്ടത്. നമ്മളവിടെ ആകെ കിട്ടിയത് കുറച്ച് മണിക്കൂറാണ്. അപ്പോൾ ആ മണിക്കൂറിനുള്ളിലാണ് എക്സ്പ്ലോറിങ് ചെയ്യാൻ നടന്നിരിക്കുന്നത്. അപ്പോൾ പരമാവധി പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. അക്വേറിയം പറയാം എന്താ പറയുക, അകത്ത് കയറേണ്ട ആവശ്യമില്ല, പുറമെ തന്നെ നമുക്ക് കാണാമല്ലോ, എത്രമാത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ, സൂപ്പറായിരുന്നു. ഇതൊരു എന്താ പറയുക വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെ പറയാം. ഞാൻ ഒരു ദിവസം ദുബായിൽ വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. എന്ത് ഭംഗി, ശരിക്കും എന്താ പറയുക നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ, അണ്ടർ സീനൊക്കെ നോക്കി എന്ത് ഷൈനിങ്, നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ആരും നമുക്ക് ക്യാൻഡീസിനെ മാത്രം ഒരു ഷോപ്പിലേക്ക് പോകാം. പല ടൈപ്പ് ക്യാൻഡീസ് ഉണ്ട്. അപ്പോൾ ഉള്ളിൽ കാണാൻ നോക്കുന്നത് ഭയങ്കര മോൾഭാഗം ഏതാണ്. ഞാൻ ബാക്ക് ക്യാമറ നോക്കി കാണിച്ചേ.
മോളിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്സിറ്റ് വഴി ഇറങ്ങി ഇങ്ങനെ ഇതാണ് നമ്മൾ കാണുന്ന സംഭവം അല്ലേ? വേൾഡിലെ ഏറ്റവും വലുതല്ലേ ബുർജ് ഖലീഫ. Yeah, so he used to be my chair. ബുർജ് ഖലീഫ കാണുന്നത് എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അത് കണ്ടു അല്ലേ? ലോഹിനോട് ഞാൻ താങ്ക്സ് എന്ന് പറയണേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കാണണമെന്ന്. ഇത് പണിതപ്പോൾ ഇതിനെ പറ്റി എല്ലാവരും പറയുന്നതായിട്ടപ്പോൾ പിന്നെ ആര് ദുബായിൽ വന്നാലും അവരുടെ സ്റ്റാറ്റസിൽ ഈ സംഭവം കാണും. ആഗ്രഹം ദുബായിൽ വരുമ്പോൾ എന്തായാലും ഇത് കാണണം. അത് എന്തായാലും നടന്നിട്ട് അതായത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഇതെന്താ സംഭവം? ഇത് വേറെ മോളിലേക്ക് കണക്ഷൻ ആണോ? ഇത് ദുബായ്, ഇത് വേറൊരു മോളിലേക്ക് പോകുന്ന ഒരു കണക്ഷനാണ്. ഇത് സൂക്കോ ഉള്ളിൽ കൂടെ പോയിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇത് രാത്രിയൊക്കെ ഇത് ലൈറ്റ് എത്തുന്നു അല്ലേ? ഇത് ബൾബ്സാണ്. രാത്രി നല്ല ഭംഗിയുണ്ടാവും ഇത് അല്ലേ? നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഗോൾഡൻ കളർ ഇങ്ങനെ. ഇവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ ഗോൾഡിനോട് ഒരു പ്രത്യേക ഇഷ്ടമല്ലേ? എല്ലാത്തിനും ഇന്റീരിയർ ഡിസൈനിങ്ങിലും ഗോൾഡ് കളർ കൊടുത്തിട്ടുണ്ട് ഇവര്. അതെ, ഇത് വേറൊരു മോള് സുഖ് അൽ ബഹർ. നല്ല നീല കളറിന്റെ വെള്ള പ്യൂറായിട്ടല്ലേ? ഇതിവിടെ മറ്റേ വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ടാവില്ല. ഇപ്പം എന്തില്ലാത്ത നല്ല സുജും ചിക്കു വന്ന സമയത്ത് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്ന സമയമുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല ബ്ലൂ കളർ വെള്ളല്ലേ? ഭയങ്കര പ്യൂറായിട്ട് ഒരു കരട് പോലും എനിക്ക് ബുർജ് ഖലീഫ എത്ര എടുത്താലും മതിയാവില്ല കേട്ടോ. അതാണ് ഞാൻ പിന്നെ പിന്നെ എടുക്കണേ. ചേട്ടൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നുണ്ട്. രോഹിണിയുടെ ഹസ്ബൻഡ് എക്സ്പ്ലോർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് ഞാൻ വിശപ്പില്ല. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഫുഡ് ഫ്രീയാണ്, എല്ലാം ഫ്രീയാണ്. അപ്പോൾ നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്തു. ഞാൻ കുറച്ചേരം പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാം അല്ലേ? എവിടേക്ക് പോകണേ? എമിറേറ്റ്സ് ടവർ, ഫ്യൂച്ചർ മ്യൂസിയത്തേക്ക് പോവാണ്. പിന്നെ ഞാൻ തട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രദ്ധിച്ചിട്ട്. ഇതാണ് രോഹിണിയുടെ മോൻ ഹരികുട്ടൻ. ഹരികുട്ട ഹായ് എന്ന് പറഞ്ഞു. അച്ഛോ ആന്റിയുടെ പൊന്നെ രോഹിണിയുടെ ഹസ്ബൻഡാണേ. സത്യമായിട്ടോ ഗോൾഡ് കളറാണ് ഇവിടെ മിക്കതും. ഇന്റീരിയറിലും കൊടുത്തിരിക്കുന്ന ഭയങ്കര അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് എവിടെ തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും ഗോൾഡ്, എവിടെ തിരിഞ്ഞാലും ഗോൾഡാണ്. ഗോൾഡിൽ മുങ്ങിയിരിക്കുകയാണ് ദുബായ്. ഇതെന്താ സംഭവം എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എവിടെ ഗോൾഡൻ്റെ ഇതായിരിക്കണം. അല്ല സ്റ്റീലിയ അങ്ങനത്തെ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വലുതായിരിക്കും. ഫുൾ പച്ചപ്പാണ് അവിടെ കാണുന്നത്. ഇന്റീരിയറാണ്.
നാച്ചുറൽ പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? വെക്കുന്നത് നമുക്ക് കൊളെ 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 പൈ തിളങ്ങണം മക്കളെ. നല്ലൊരു എന്ത് മോഡലാണെന്ന് പറയാം. അത് സെമി സർക്കിളൊന്നും അല്ല. ഭംഗിയല്ലേ അതെങ്ങനെയാണ്? എന്തായാലും ഞാൻ ദുബായ് മോള് എക്സ്പ്ലോർ ചെയ്തു. റോണിയുടെ ഹസ്ബൻഡ് പറയണ പോലെ അല്ലേ? എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.